നിരീശ്വരവാദിയായ തൻ്റെ സുഹൃത്ത് മരണപ്പെട്ട വാർത്തയറിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ചെന്ന ഇയാൾ അറിയാതെ മനസ്സിൽ പറഞ്ഞുപോയി, ഇങ്ങനെ ചമഞ്ഞു കടന്നിട്ട് എന്തിനാ, പോകാൻ ഇടമില്ലല്ലോ. പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷം ഈ ഒരു നിലപാടിനെതിരെയുള്ള ശക്തമായ ഈശോയുടെ സമർത്ഥനവും ഉത്തരവുമാണ്. ഈശോ സ്ഥാപിക്കുന്നു താനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്. മരിച്ചു 4 നാൾ കഴിഞ്ഞ് അഴുകിത്തുടങ്ങിയ ലാസറിനെ ഈശോ കല്ലറയിൽ നിന്നും ജീവനോടെ ഉയർപ്പിക്കുന്ന രംഗം വളരെ നാടകീയമായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിച്ചു കേൾക്കുന്നു. ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കുന്നതിന് മുൻപ് എസേക്കിയേൽ ദീർഘദർശിയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആദ്യ വായനയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. കർത്താവായ ദൈവം പ്രവാചകനിലൂടെ പറയുന്നത് ഇതാണ്: ഞാൻ നിങ്ങളെ നിങ്ങളുടെ മരണത്തിൽ നിന്നും നിങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്നും ഉയർപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകും. പ്രവാചകനെ കർത്താവ് അസ്ഥിയുടെ താഴ്വാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവൻ വയ്ക്കാൻ സാധിക്കുമോ എന്ന്. ബാബിലോണിയർക്കെതിരെയുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈന്യത്തിൻ്റെ അസ്ഥികൂടങ്ങളാണത്. എന്നാൽ ഇവയെ കാണുമ്പോഴേക്കും പ്രവാചകന് ഉത്തരമില്ല. പ്രവാചകൻ ദൈവത്തോട് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ: കർത്താവെ, നിനക്കറിയാം ഇവയ്ക്ക് ജീവൻ വയ്ക്കാൻ സാധിക്കുമോ എന്ന്. അതെ, ജീവൻ നൽകുന്നതും ജീവൻ എടുക്കുന്നതും കർത്താവാണ്. നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്നതും തന്നിൽ നിലനിൽക്കാനായിട്ട് നമ്മളെ അനുവദിക്കുന്നതും കർത്താവാണ്. പുനർജീവൻ നൽകുന്നതും പുനരുത്ഥാനം നൽകുന്നതും കർത്താവാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എസേക്കിയേൽ ദീർഘദർശി പറഞ്ഞത്, കർത്താവെ, നിനക്കറിയാമെന്ന്. അവയോട് വചനം പ്രഘോഷിക്കാൻ പറയുമ്പോൾ അവയ്ക്ക് ജീവൻ വെക്കുന്നതായിട്ടും അതൊരു വലിയ സൈന്യമായിട്ട് രൂപപ്പെടുന്നതായിട്ടും എസേക്കിയേൽ ദീർഘദർശി തൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ദർശിക്കുകയാണ്. അതെ, കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട്, മൃതതുല്യമായ നമ്മുടെ ജീവിതങ്ങൾക്ക് ജീവൻ നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു ശക്തമായ സാക്ഷ്യമാണ് എസേക്കിയേൽ ദീർഘദർശിയുടെ 37-ാം അധ്യായത്തിലൂടെ നമ്മൾ വായിക്കുന്ന വചനം. അതുകൊണ്ടാണ് പറയുന്നത്, ഇസ്രായേലെ, ഞാൻ നിങ്ങളെ നിങ്ങളുടെ ശവക്കല്ലറകളിൽ നിന്നും വീണ്ടും ഉയർപ്പിക്കും, മൃതമായ നിങ്ങളുടെ ശരീരങ്ങളെ ഞാൻ വീണ്ടും ഉയർപ്പിക്കും, നിങ്ങൾക്ക് ഞാൻ ജീവൻ നൽകുമെന്ന്. അപ്പോൾ കർത്താവിന് ജീവൻ നൽകാൻ സാധിക്കും. അതിൻ്റെ ശക്തമായ മറ്റൊരു അടയാളമാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുന്നത്. അഴുകിയ മനുഷ്യനെ കർത്താവ് ഉയർപ്പിക്കുന്നു. കർത്താവ് ഉയർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മാനദണ്ഡങ്ങൾ 2ആണ്. ഒന്ന്, കല്ല് ഉരുട്ടി മാറ്റുക. പലപ്പോഴും ദൈവത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ദർശിക്കുവാനായിട്ട് നമുക്ക് തടസ്സമായി നിൽക്കുന്ന വിലങ്ങുതടികളായ കുറേ കാര്യങ്ങളുണ്ട്. ഈശോ ഈ 2 സഹോദരിമാരെ, അതായത് ലാസറിൻ്റെ 2 സഹോദരിമാരെ കാണാനായിട്ട് വരുമ്പോഴേക്കും അവർ പറയുന്നത് എന്താണ്? കർത്താവെ, അങ്ങ് നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈശോ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ ഈശോയോട് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ്. പക്ഷേ കർത്താവ് അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, ലാസറിൻ്റെ ശവകുടീരത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ അവനെ തടഞ്ഞുകൊണ്ട് പറയുന്നതാണ്, കർത്താവെ, അവൻ മരിച്ചിട്ട് 4 ദിവസമായി. ഈ 4 ദിവസമായി എന്ന് പറഞ്ഞ് അവനെ കല്ലറയ്ക്കുള്ളിൽ അടക്കി, കല്ലറ കല്ലുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ആ കല്ലുരുട്ടി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട്, നമ്മളെ വീണ്ടും ഉയർപ്പിക്കുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന, വിലങ്ങുതടികളായി നിൽക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാറുണ്ട്. അത് ഉരുട്ടി മാറ്റണം. അത് ഉരുട്ടി മാറ്റിയാലേ ദൈവത്തിന് നമ്മുടെ മൃതമായ ശരീരങ്ങളെ കല്ലറയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് പലതുമാകാം. നമ്മുടെ തെറ്റിദ്ധാരണകളാകാം, നമ്മളുടെ വിശ്വാസമില്ലായ്മയാകാം, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇനി പങ്കില്ല, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ കാര്യമായ പ്രവർത്തനത്തിന് ഇടമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും അവനെ ചുരുക്കിക്കളയാറുണ്ട്. അത്തരം നിലപാടുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉരുട്ടി മാറ്റിയേ മതിയാകുകയുള്ളൂ. വിലങ്ങുതടികളായി നിൽക്കുന്ന ഇത്തരം കല്ലുകളെ ഞാൻ തള്ളി നീക്കണം. തള്ളി നീക്കി മൃതമായ ശരീരം പുറത്തു വരുമ്പോൾ, അവ ജീവൻ വെച്ച് പുറത്തു വരുമ്പോൾ, അപ്പോഴും കെട്ടുകൾ അഴിക്കാനായിട്ട് ഞാൻ മറക്കരുത്. ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എന്നെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിച്ചാൽ മാത്രമേ എനിക്ക് സ്വതന്ത്രനാകാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ ശക്തമായിട്ട് ഈശോ സുവിശേഷത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ കെട്ടുകൾ അഴിക്കുക.
ഞാൻ ജീവനിലേക്ക് പ്രവേശിച്ചുവെങ്കിലും ആ ജീവൻ പൂർണ്ണതയിൽ ആസ്വദിക്കുന്നതിനായിട്ട് പലപ്പോഴും പല ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കരുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില ബന്ധങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരാറുണ്ട്. ഇവയൊക്കെ അഴിച്ചുവിടണം. അല്ലെ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ കർമ്മല മല കയറ്റത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഉപമയുണ്ട്. ആകാശത്തോളം ഉയർന്ന് പറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുരുവിയുടെ കഥ. കുരുവി വർഷങ്ങളായിട്ട് കൂട്ടിലാണ്. ഏറെ നാളുകളായിട്ട് കൂട്ടിൽ കിടക്കുന്ന ഈ കുരുവിയെ പറക്കുവാനായിട്ട് അനുവദിക്കുവാനായിട്ട് അതിൻ്റെ കൂട് തുറക്കുന്നുണ്ട്. കൂട് തുറക്കുമ്പോഴും ആ കുരുവിക്കറിയില്ല അത് ഉയർന്ന് പറക്കുവാനായിട്ട് വിളിക്കപ്പെട്ടതാണെന്ന്. കാരണം വർഷങ്ങളായിട്ട് ആ കൂട്ടിൽ കിടക്കുന്നതിൻ്റെ ഒരു മിഥ്യയായ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അത് ആസ്വദിച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ പുറത്തോട്ട് പറക്കുവാനായിട്ടൊന്നും സാധിക്കുന്നില്ല. കൂടിളക്കി അതിനെ പറത്തിവിടാൻ ശ്രമിച്ചാലോ അതിൻ്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്ന വളരെ നേർത്ത ആ ചരട് അതിനെ പുറത്തോട്ട് ഉയർന്ന് പറക്കുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നു. ഇതുപോലെ ഉയർന്ന് പറക്കുവാനും പുറത്തോട്ട് പറന്നു നീങ്ങുവാനും തടസ്സമായി നിൽക്കുന്ന ഒരുപാട് ചരടുകളും കൂടുകളും നമ്മൾ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത്തരം ബന്ധനങ്ങളെ നമ്മൾ അഴിച്ചു കളയാണ്ട് ഒരിക്കലും കർത്താവിങ്കിലേക്ക് ഉയരാനോ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പറന്നുയരാനോ നമുക്ക് സാധിക്കുകയില്ല. ആയതുകൊണ്ട് പ്രിയ സഹോദരരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നൊയമ്പ് കാലം നമ്മുടെ ബന്ധനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിലങ്ങുതടികളായി നിൽക്കുന്ന കല്ലുകളെയൊക്കെ ഉരുട്ടി മാറ്റുവാനായിട്ട് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തള്ളി നീക്കാം, ഉരുട്ടി മാറ്റാം. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമക്കളെ നമുക്ക് നടന്നു നീങ്ങാം. കാരണം കർത്താവിൻ്റെ ഉത്ഥാനം എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു വിളിയാണ്. ആ സ്വാതന്ത്ര്യത്തെ നമുക്ക് ആശ്ലേഷിക്കാം. പുതിയ ജീവനിലേക്ക് നമുക്ക് നടന്നെടുക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ